സാറിന്റെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ഇതൊക്കെ കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. എന്റെ പ്രായമൊക്കെ എല്ലായിടത്തും ഉണ്ട്. എന്നാലും എത്രയാണ് സാറിന്റെ ഇപ്പോഴത്തെ പ്രായം? ഇപ്പോഴത്തെ പ്രായം പറയുന്നില്ല, അടുത്ത വർഷത്തെ പ്രായം പറയാം. അടുത്ത വർഷം എനിക്ക് 80 വയസ്സാണ്. ആശംസകൾ. 80 വയസ്സിന് അഡ്വാൻസ് ആശംസകൾ. ഞാൻ ചോദ്യം ചോദിച്ചത് 79 കഴിഞ്ഞു. 79 കഴിഞ്ഞു. ഇപ്പം അടുത്ത വർഷം, അടുത്ത ജൂലൈയിൽ എൻ്റെ 80ാമത്തെ പിറന്നാളാണ്. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് പ്രേക്ഷകരുടെ അറിവിലേക്ക് കൂടെ 80ാമത്തെ വയസ്സിലും സാറ് സന്തോഷത്തോടെ എന്റെ പ്രായം അറിയുന്നത്. അതിപ്പോ ഞാൻ എന്റെ പുസ്തകത്തിൽ എന്റെ പ്രായമുണ്ട്, എന്റെ വിക്കിപീഡിയ എടുത്ത പ്രായമുണ്ട്. പ്രായം എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞ പ്രശ്നമില്ല. അതായത് 80ാമത്തെ വയസ്സിലും സാറ് സന്തോഷത്തോടെ, സ്വസ്ഥതയോടെ, സമാധാനത്തോടെ, ഒരുപാടധികം വിജയങ്ങളുടെ തിളക്കത്തോടു കൂടി ഇരിക്കുന്നതിന് കാരണം സാർ തൊട്ട് മുമ്പ് പറഞ്ഞ നന്മയുണ്ടല്ലോ, ആ ഒരു സ്മരണ, അതിന്റെ മൂല്യമല്ല. എനിക്ക് എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത് ജോസ് പ്രകാശ് നമ്മളാക്കിയത്, അതിനുള്ള ക്രെഡിറ്റ് പുള്ളിക്കുണ്ട്. പിന്നെ എൻ്റെ കുടുംബം, അത് ഞാൻ ആ ക്രെഡിറ്റില്ല എൻ്റെ വൈഫിന് കൊടുക്കുക, മക്കൾക്ക്. ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു സമയത്ത് ഞാൻ ജോസ് പ്രകാശിൻ്റെ അനിയൻ എന്നുള്ള നിലയിലാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് ബോബി സഞ്ജുവിൻ്റെ ഫാദർ എന്ന് പറഞ്ഞ നിലയിൽ അതൊക്കെ ഒരു അഭിമാനമാണ്, വലിയ അഭിമാനമാണ്. കാരണം അവരെ പേരിൽ അറിയപ്പെടുന്നു. പക്ഷേ ഇന്നും സിനിമക്കാരുടെ ഇടയിൽ ഇപ്പോൾ ജോസ് പ്രകാശിൻ്റെ അനിയൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സീറ്റുണ്ട്. അല്ല, അതൊരു നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമല്ലേ? പ്രേം പ്രകാശ് എന്ന പേരിനും ഞങ്ങളുടെയൊക്കെ മനസ്സിൽ വലിയൊരു സീറ്റ്. ഈ സിനിമകളിൽ നമ്മൾ ആകാശത്തിൽ നോക്കിയാൽ നെടുമുടി വേണു സാറുണ്ട്, NF വർഗീസ് സാറുണ്ട്, ഇതിൽ നോക്കിയാൽ പ്രതാപ് പോത്തൻ സാറുണ്ട്. അങ്ങനെ ഒരുപാടധികം ആളുകൾ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. അവരിൽ എത്രയോ പേര്. അപ്പൊ സാർ അങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ വളരെ നമുക്ക് വേണ്ടപ്പെട്ട ഒത്തിരി പേര് പോയല്ലോ. ഞാൻ പറയുന്ന പെരുവഴിയമ്പലം എന്ന് പറഞ്ഞ എൻ്റെ ആദ്യ സിനിമയിലുള്ള അധികം പേരൊന്നും ജീവിച്ചിരിപ്പില്ല. അശോകനുണ്ട്, പത്മരാജൻ പോയി, അസീസ് പോയി, കൃഷ്ണൻകുട്ടി നായർ പോയി, അതിൻ്റെ സൗണ്ട് എഞ്ചിനീയർ ദേവദാസ് പോയി, എൻ്റെ ക്യാമറാമാൻ മധുവമ്പാട്ടായിരുന്നു, പുള്ളിയുണ്ട്, ലളിത പോയി, ഭവാനി പോയി, കൂടെ ഇവിടെ നോക്കിയാൽ സുമാരി ചേച്ചി പോയി. ഇവരൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണ് ജീവിതം എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഒത്തിരി പേര് പോയി, ഒത്തിരി സുഹൃത്തുക്കൾ പോയി. എൻ്റെ ഡെന്നിസ് ജോസഫ് അവന് അസമയത്തല്ലേ പോയത്. അതുപോലെ വേണു എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു, നെടുമുടി വേണു. എന്നോട് ഒത്തിരി സ്നേഹവും. അതായത് നമ്മളീ ആരാണ് എൻ്റെ വലിയ കൂട്ടുകാരെന്നൊക്കെ നമ്മൾ ചോദിക്കും, നമ്മൾ പറയല്ലേ, നമ്മൾ അങ്ങോട്ട് കരുതുന്ന പോലെ ഇങ്ങോട്ട് കരുതുന്നവരാ സുഹൃത്തുക്കൾ. അല്ല, നമ്മൾ അങ്ങോട്ട് എനിക്ക് ഇഷ്ടമായിരുന്നു എന്ന് പറയും, ചെല്ലു പറയും എനിക്ക് അത് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പരസ്പരം ഇഷ്ടമാകുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ. അതിലൊരാളാണ് വേണു. അതുപോലെ ജഗതിയൊന്നും എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എനിക്കൊക്കെ എന്നോട് റേറ്റേ ചോദിച്ചിട്ടില്ല. ഒരു പടമുണ്ട്, അച്ഛനെ ഒരു പടമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ട്. അത് ഏത് പടം ഇട്ട ചെല്ലി ഇടയ്ക്ക് ഓടി വേണം. പുള്ളി എല്ലാവരുടെയും പടത്തിന് ഇടയ്ക്ക് അങ്ങനെ പോകുന്ന അതുപോലെ